ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ ജനവിധി അട്ടിമറിക്കാൻ സി പി എമ്മിന് എന്ത് ധാർമ്മികതയുണ്ട്? കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കാലം സി പി എം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അവരെ അട്ടിമറിച്ച് വിജയം നേടിയെങ്കിൽ ആ വിധിയെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ കൃത്യമായി എൽ ഡി എഫും യു ഡി എഫും നിർവഹിച്ചു പോരേണ്ടത് പ്രതിപക്ഷ ധർമ്മമാണ്. വലിയ വലിയ യമണ്ടൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രഖ്യാപനങ്ങൾ ബി ജെ പിയും എൻ ഡി എയും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയാണ് സി പി എം ചെയ്യേണ്ടത്. ആ വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റിയില്ല എങ്കിൽ ഇതേ ജനം തന്നെ അടുത്ത അവസരത്തിൽ ബി ജെ പിയെ പുറത്തിരുത്തും. അത് മനസ്സിലാക്കണം. അതുവരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി മറുവശത്ത് സി പി എമ്മും കോൺഗ്രസും ഉണ്ടാകണം. ജനവിധിയെ അട്ടിമറിക്കാൻ, ഒറ്റകക്ഷിയായ പാർട്ടിയെ അട്ടിമറിക്കാൻ സി പി എം മറ്റു പാർട്ടികളുമായി കൈകോർക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലെ ബി ജെ പിയും ഇവിടെ സി പി എമ്മും എന്ത് വ്യത്യാസമാണുള്ളത്? തലസ്ഥാനത്തെ കോർപ്പറേഷനിലും പാലക്കാട് തൃപ്പൂണിത്തുറ നഗരസഭകളിലും കോൺഗ്രസുമായി കൈകോർത്ത് ബി ജെ പിയെ പുറത്താക്കി ഭരണം പിടിക്കുക എന്ന സി പി എം തന്ത്രം അത്ര നല്ലതാകില്ല. പ്രത്യേകിച്ച് യു ഡി എഫിന് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അത്തരമൊരു നീക്കത്തിന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സി പി എമ്മിന് കൈ കൊടുത്തിട്ടില്ല എങ്കിലും പാലക്കാട് ഏത് രീതിയിലാണ് സി പി എമ്മും കോൺഗ്രസും നീക്കുപോക്ക് നടത്താൻ തീരുമാനിക്കുന്നത് എന്ന് നോക്കിക്കാണണം. തൃപ്പൂണിത്തുറ നഗരസഭയിലും പാലക്കാട് നഗരസഭയിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് സി പി എമ്മിനും അതോടൊപ്പം യു ഡി എഫിനും കോൺഗ്രസിനും ആശങ്കയേറ്റുന്നതാണ്. കഴിഞ്ഞ 2 തവണ മുഖ്യ പ്രതിപക്ഷമായിരുന്ന ബി ജെ പി തിരുവനന്തപുരത്ത് ഇക്കുറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിനടുത്തെത്തിയതും ഇടത് വലത് മുന്നണികൾക്ക് തിരിച്ചടിയാണ്. അതിന് തടയിടുക എന്ന ലക്ഷ്യവുമായാണ് സി പി എം കോൺഗ്രസ് സഹായം തേടിയത്. പൊതുസമ്മതനായ മേയറെ നിർത്തി ഇരു മുന്നണികളും ഒരുപോലെ പിന്തുണച്ച് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന സി പി എം മോഹം പക്ഷേ തിരുവനന്തപുരത്ത് കോൺഗ്രസ് മുളയിലെ നുള്ളിക്കളഞ്ഞു. ഇവിടെ ഈ സഖ്യസാധ്യതയിൽ ഒരു ധാർമ്മിക പ്രശ്നം കൂടി ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങൾ നൽകിയ ജനവിധി ഭൂരിപക്ഷം അതിനെ സി പി എം എന്തിന് കൈക്കരുത്തിലൂടെ എതിർക്കണം എന്ന ചോദ്യമാണ് ഉയരുന്നത്. വർഗീയ കക്ഷി അധികാരത്തിലെത്തുന്നത് തടയുക എന്ന പ്രചാരണമാണ് ഇത്തരമൊരു കൈകോർക്കലിലൂടെ സി പി എം ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കൈപിടിക്കൽ ആത്മഹത്യാപരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം സമീപഭാവിയിൽ തന്നെ ഇതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടതായി വരിക കോൺഗ്രസ് ആയിരിക്കും. നേട്ടം കൊയ്യുന്നത് സി പി എമ്മും. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞു തന്നെയാണ് തിരുവനന്തപുരത്ത് സഖ്യസാധ്യത തള്ളി കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയത്. 6 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ഈ സഖ്യനീക്കം തിരിച്ചടിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് എതിർപ്പ് പ്രകടമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നടത്താനിരിക്കുന്ന മുതലെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ട് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ സഖ്യമോഹം തുടക്കത്തിലെ തള്ളിക്കളഞ്ഞു എന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം. 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സഖ്യ ഡീൽ യു ഡി എഫിന് കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന് യു ഡി എഫ് തിരിച്ചറിഞ്ഞു. കാരണം ബി ജെ പിക്ക് തടയിട്ടത് തങ്ങളാണ് എന്ന് സി പി എം വരുത്തി തീർക്കുകയും അത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പിക്കെതിരെ നിൽക്കുന്നത് സി പി എം ആണ് എന്ന് വരുത്തി തീർക്കുമെന്നും യു ഡി എഫ് മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. കോർപ്പറേഷൻ പരിധിയിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ എന്നതിനപ്പുറം തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെ ഇത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും യു ഡി എഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ പുറത്താക്കാൻ കൈകൂർക്കാമെന്ന സി പി എമ്മിന്റെ ഡീൽ ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞത്. ഇതിനപ്പുറം ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ ജനവിധി അട്ടിമറിക്കാൻ സി പി എമ്മിന് എന്ത് ധാർമ്മികതയുണ്ട്? കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കാലം സി പി എം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അവരെ അട്ടിമറിച്ച് വിജയം നേടിയെങ്കിൽ ആ വിധിയെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ കൃത്യമായി എൽ ഡി എഫും യു ഡി എഫും നിർവഹിച്ചു പോരേണ്ടത് പ്രതിപക്ഷ ധർമ്മമാണ്. വലിയ വലിയ യമണ്ടൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തെ ലോകോത്തര സിറ്റിയാക്കി മാറ്റും, ഒളിമ്പിക്സിന് വേദിയാക്കി മാറ്റും എന്നെല്ലാമുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ് ബി ജെ പി തിരുവനന്തപുരത്തുകാർക്ക് നൽകിയിട്ടുള്ളത്. ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രഖ്യാപനങ്ങൾ ബി ജെ പിയും എൻ ഡി എയും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയാണ് സി പി എം ചെയ്യേണ്ടത്. സ്വാഭാവികമായും സി പി എമ്മിന്റെ ഭരണത്തിൽ മനം മടുത്തും ബി ജെ പി വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുമായിരിക്കും ജനങ്ങൾ എൻ ഡി എയെ തിരഞ്ഞെടുത്തത്. ആ വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റിയില്ല എങ്കിൽ ഇതേ ജനം തന്നെ അടുത്ത അവസരത്തിൽ ബി ജെ പിയെ പുറത്തിരുത്തും. അത് മനസ്സിലാക്കണം. അതുവരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി മറുവശത്ത് സി പി എമ്മും കോൺഗ്രസും ഉണ്ടാകണം.
ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ കൃത്യമായി വിമർശിച്ചും എതിർത്തും നല്ലതിനെ അംഗീകരിച്ചുമാണ് ക്രിയാത്മകമായ പ്രതിപക്ഷമാകേണ്ടത്. കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങളിൽ പണം കൊടുത്ത് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അംഗങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് CPM സ്ഥിരമായി BJPക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനമാണ്. അതേ രീതിയിൽ ജനവിധിയെ അട്ടിമറിക്കാൻ, ഒറ്റകക്ഷിയായ പാർട്ടിയെ അട്ടിമറിക്കാൻ CPM മറ്റു പാർട്ടികളുമായി കൈകോർക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലെ BJPയും ഇവിടെ CPMഉം എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് ജനവിധിയെ അംഗീകരിക്കുക, ക്രിയാത്മക പ്രതിപക്ഷമാകുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തന്നെ പോരാടി BJPയെ പുറത്താക്കാൻ ശ്രമിക്കുക. അതാണ് ജനാധിപത്യത്തിന്റെ മാന്യതയും മര്യാദയും. പാലക്കാട് നഗരസഭയിലും തൃപ്പൂണിത്തുറ നഗരസഭയിലും സമാനമായ നീക്കമാണ് CPMഉം കോൺഗ്രസും നടത്തുന്നത്. പാലക്കാടാകട്ടെ കോൺഗ്രസിൽ നിന്ന് പോലും ഇതിനെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാകുന്നുണ്ട്. പാലക്കാടും തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തേതുപോലെയല്ല സാഹചര്യങ്ങൾ. തിരുവനന്തപുരത്ത് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ് NDAക്ക് കുറവ്. പാലക്കാടും തൃപ്പൂണിത്തുറയിലും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. 53 സീറ്റുകൾ വീതമുള്ള ഇരു സഭകളിലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 27 സീറ്റുകളാണ്. പാലക്കാട് BJPക്ക് 25 സീറ്റുകളും തൃപ്പൂണിത്തുറയിൽ 21 സീറ്റുകളുമാണ് ലഭിച്ചത്. ഇതാണ് ഇവിടെയുള്ള പ്രതിസന്ധി. ഇവിടങ്ങളിൽ സ്വതന്ത്രന്മാരെയും വിമതരെയും ഒപ്പം ചേർക്കുകയും കോൺഗ്രസും CPMഉം കൈകോർക്കുകയും ചെയ്താൽ ഈസിയായി ഭരണം പിടിക്കാം. BJPയെ പ്രതിപക്ഷത്ത് ഇരുത്തുകയും ചെയ്യാം. അതല്ലെങ്കിൽ സ്വതന്ത്രന്മാരെ കൂടെ ചേർത്താൽ BJPക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് സ്വതന്ത്രന്മാർ തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല. 53 അംഗങ്ങളുള്ള തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPക്ക് 21 അംഗങ്ങളാണുള്ളത്. ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് 27 അംഗങ്ങളുടെ പിന്തുണ വേണം. രണ്ടാം സ്ഥാനത്തുള്ള LDFന് 20 അംഗങ്ങളും UDFന് 12 അംഗങ്ങളുമുണ്ട്. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ധാരണയിലേക്ക് ഇടത് വലത് മുന്നണികൾ എത്തിയാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇവിടെ ഭരണത്തിലേറാൻ സാധിക്കും. 20 അംഗങ്ങളുള്ള ഇടതുപക്ഷത്തെ ഇവിടെ 12 അംഗങ്ങളുള്ള UDF പിന്തുണയ്ക്കുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. ഈ സാധ്യത ഇരു മുന്നണികളും ഏത് നിലയിൽ പ്രയോജനപ്പെടുത്തും എന്നതും കണ്ടറിയണം. പാലക്കാട് നഗരസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആകെയുള്ള 53 അംഗങ്ങളിൽ BJPക്ക് 25 അംഗങ്ങളും UDFന് 18ഉം LDFന് 9 അംഗങ്ങളും ഒരു സ്വതന്ത്രനുമുണ്ട്. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ UDFഉം LDFഉം ധാരണയിലെത്തിയാൽ പാലക്കാട് നഗരസഭയിലെ 3-ാം ഊഴം എന്ന BJP സ്വപ്നം തകരും. അതിനായി 18 അംഗങ്ങളുള്ള UDFനെ 9 അംഗങ്ങളുള്ള ഇടതുപക്ഷം പിന്തുണയ്ക്കണം. ഇരു മുന്നണികളും ഇത്തരമൊരു നീക്കം നടത്തുമോ എന്നത് പാലക്കാടിനെ സംബന്ധിച്ചും നിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കനത്ത തോൽവിയുടെ ആഘാതം CPMനെ വിട്ടുമാറിയിട്ടില്ല. അതും ശക്തമായ അടിത്തറയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കണ്ണൂർ ജില്ലയിൽ പോലും അടിതെറ്റി എന്നത് CPMന്റെ കണക്കുകൂട്ടലുകൾ തന്നെ തെറ്റിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ന്യൂനപക്ഷങ്ങളുടെയും മലയോര ജനതയുടെയും പിന്തുണ നഷ്ടമായി എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇതേ അവസ്ഥയാണ് എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാത്തിരിക്കുന്നത് വലിയ തോൽവിയാണ് എന്ന് CPMനറിയാം. മലയോര മേഖലയിലും വലിയ തിരിച്ചടിയാണ് CPMന് നേരിടേണ്ടി വന്നത്. 8 പഞ്ചായത്തുകളിലാണ് CPMന് തോൽവി നേരിടേണ്ടി വന്നതും ഭരണം നഷ്ടമായതും. വന്യമൃഗശല്യം പോലുള്ള പ്രശ്നങ്ങളിലെ പ്രതിഷേധം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തന്നെ ഇവിടെ വിലയിരുത്തേണ്ടി വരും. മലയോര മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ CPM കിണഞ്ഞു ശ്രമിക്കുന്നതിനിടയിലാണ് ഈ തിരിച്ചടി എന്ന് ഓർക്കണം. ഉറച്ച പാർട്ടി വോട്ടുകൾക്ക് പുറത്തുള്ള അനുഭാവ വോട്ടുകൾ സമാഹരിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPMന് സാധിച്ചില്ല എന്നാണ് ഇവിടെ വിലയിരുത്തേണ്ടത്. മറുവശത്ത് മിഷൻ 2025 എന്ന പേരിൽ UDFഉം കോൺഗ്രസും നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുഴുവൻ വിജയം കണ്ടു എന്ന് വേണം കരുതാൻ. ഇതേ രൂപത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നടപടികളിലേക്കും UDF ക്യാമ്പ് കടക്കുകയാണ്. വ്യത്യസ്ത വിഭാഗങ്ങളെ UDFനോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം വലിയൊരളവിൽ നേടാനായി എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയത്തിന് കാരണമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ പിന്തുണ വലിയ തോതിൽ ലഭിച്ചപ്പോൾ തന്നെ UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിൽ വലിയ ചോർച്ചയില്ലാതെ തന്നെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് UDF നടപ്പാക്കിയത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ അനുകൂല വോട്ടായി മാറിയെന്നും UDF വിലയിരുത്തുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിന്തുണ ഇതേപടി തന്നെ ആവർത്തിക്കാൻ സാധ്യതയില്ല എന്ന് മുൻകാല കണക്കുകളും തെളിയിക്കുന്നുണ്ട്. കാരണം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ 2011 90 സീറ്റിനുമേൽ നേടി UDF സംസ്ഥാന ഭരണം പിടിക്കുമായിരുന്നു എന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരിലുള്ള ചില ആരോപണങ്ങൾ പൊടിതട്ടിയെടുത്തും R ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ജയിലിൽ പോയ വിധി സമ്പാദിച്ചും VS അച്യുതാനന്ദൻ ആഞ്ഞടിച്ചപ്പോൾ UDF അധികാരത്തിൽ വന്നത്
72 സീറ്റുമായി കഷ്ടിച്ചായിരുന്നു. അത് അനുഭവ പാഠമാക്കിയുള്ള പ്രവർത്തനമാണ് UDF ലക്ഷ്യമിടുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ടു പോയാൽ UDFന് വലിയ മുന്നേറ്റത്തോടെ സംസ്ഥാന അധികാരത്തിൽ തിരിച്ചെത്താനും സാധിക്കും.